പരസ്പരം ചർച്ച ചെയ്യും. ഈ യോഗം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിളിച്ചു കൂട്ടും. അങ്ങനെ ഒരു ക്ലോസ് കോർഡിനേഷനിൽ ദക്ഷിണേന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിലെ പോലീസ് സംയുക്തമായി, പോലീസും അത് സെൻട്രൽ ഏജൻസീസും ഈ നർക്കോട്ടിക് എന്ന ഈ ഡർട്ടി ബിസിനസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തും അവർ ചെയ്യുന്ന കാര്യങ്ങൾ വിശദീകരിച്ചു. നമ്മളിനി അതേ മോഡലിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മളിവിടെ ആലോചിച്ച് കുറേ നല്ല കാര്യങ്ങൾ അതാത് സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലോസ് കോർഡിനേഷനിലൂടെ കേരളം ഈ ഓപ്പറേഷൻ തുഫാനെ വിജയിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന് എല്ലാ സഹായവും ഈ 5 സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികൾ നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കർണാടക ഹോം മിനിസ്റ്റർ ശ്രീ പ്രിയങ്ക് ഖാർഗെ 15-ാം തീയതി ഇവിടെ വരാമെന്ന് ഇന്നിപ്പോൾ അദ്ദേഹം എന്നോട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അന്ന് 15-ാം തീയതി ഉണ്ടാവും. അന്ന് കർണാടകത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി അന്ന് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ തമിഴ്നാട്, പോണ്ടിച്ചേരി, ആന്ധ്ര തുടങ്ങിയിട്ടുള്ള തെലങ്കാന എന്നീ മുഖ്യമന്ത്രിമാരുമായിട്ട് ഈ ദിവസങ്ങളിൽ അവരെ നേരിട്ട് കണ്ട് അവരുടെ സഹായം അഭ്യർത്ഥിക്കുന്നതാണ്. അങ്ങനെ വളരെ ഫലപ്രദമായ യോഗമായിരുന്നു ഇന്നത്തേത്. ഇനിയും ഇതിപ്പോൾ ഓപ്പറേഷൻ തുഫാൻ ജനങ്ങളുടെ പിന്തുണയോടെ സഹകരണത്തോടെ മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് എല്ലാ തലങ്ങളിലുമുള്ള കൂടുതൽ NDPS കോടതികൾ ഇതൊക്കെ നേരത്തെ തന്നെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. എറണാകുളം, തിരുവനന്തപുരത്ത് ഓരോ NDPS കോടതികൾ സ്ഥാപിക്കാൻ. അത് ഞാൻ ചീഫ് സെക്രട്ടറിയായിട്ട് സംസാരിച്ചു. ക്യാബിനറ്റ് തീരുമാനമുള്ളതാണ്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാകും. അത് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ 10 കോടതികൾ കൂടി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ സ്ഥലവും മറ്റു കാര്യങ്ങളും ഉടനടി തീരുമാനിക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഇതിന് ഡ്രഗ് ഫ്രീ കൺട്രി എന്ന നിലയിൽ ഇന്ത്യയെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള DGPമാരുടെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള നടപടികളുമായിട്ടും നമ്മൾ മുന്നോട്ട് പോകാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പോൾ കേന്ദ്ര ഏജൻസികളും ഇന്ത്യയുടെ തെക്കേ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളും ചേർന്നുള്ള ഒരു വലിയ ഓപ്പറേഷനായിരിക്കും ഇനി അടുത്ത ഘട്ടമായി നമ്മളിവിടെ ആരംഭിക്കാൻ പോകുന്നത്. വലിയ തോതിലുള്ള നമ്മുടെ സംസ്ഥാനത്തേക്ക് മയക്കുമരുന്ന് കടന്നു വരുന്നതിനുള്ള സാഹചര്യങ്ങളെ പരിപൂർണമായി ഇല്ലാതാക്കുക, അതിനുള്ള എല്ലാ ലൂപ്പ് ഹോൾസും അടയ്ക്കുക, നമ്മുടെ അതിർത്തികൾ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുക. ഇപ്പോൾ ബസ്സിൽ, ട്രെയിനിൽ, വിമാനത്തിൽ, ബോട്ടുകളിൽ ഒക്കെ വരുന്ന എല്ലാ സാധ്യതകളെയും അടച്ചുകൊണ്ട് കേരളം പരിപൂർണമായും ഒരു ഡ്രഗ് ഫ്രീ സ്റ്റേറ്റാക്കി മാറ്റാനുള്ള നടപടിയുമായിട്ടാണ് ഓപ്പറേഷൻ തുഫാൻ അടുത്ത ഘട്ടം മുന്നോട്ട് പോകുന്നത്.